بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന കാര്യം അറിയിച്ചിരിക്കുകയുണ്ടായി. അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന കാര്യം കഴിഞ്ഞ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കി. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന നിഷേധികളെ പറ്റി തന്നെയാണ് അറിയിച്ചിരുന്നത്. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ ഇന്നല്ലാഹ യഅലമു വ അൻതും ലാ തഅലമൂൻ. ആകയാൽ നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ വിവരിക്കരുത്, തീർച്ചയായിട്ടും അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. അള്ളാഹു ഒരു ഉദാഹരണം വിവരിക്കുന്നു. ഒരു പൂർണ്ണ അടിമ, അദ്ദേഹത്തിന് ഒന്നിനും കഴിയുന്നില്ല. മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ഭാഗത്ത് നിന്നും ഉത്തമ വിഭവങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അതിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നു. ഇവർ സമമാകുമോ? അള്ളാഹുവിനാണ് സർവസ്തുതിയും, പക്ഷേ അവരിൽ അധികം പേരും അറിയുന്നില്ല. وَضَرَبَ اللَّهُ مَثَلًا رَجُلَيْنِ أَحَدُهُمَا أَبْكَمُ لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم. അള്ളാഹു മറ്റ് രണ്ടുപേരുടെ ഉപമ വിവരിക്കുന്നു. ഒരാൾ ഊമയാണ്, ഒന്നിനും കഴിയുന്നില്ല. അദ്ദേഹം തൻ്റെ യജമാനന് ഭാരവുമാണ്. എവിടേക്ക് തിരിച്ചുവിട്ടാലും നന്മ കൊണ്ടുവരികയില്ല. അദ്ദേഹവും സന്മാർഗത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് നീതിയോടെ കൽപ്പിക്കുന്ന വ്യക്തിയും സമമാകുമോ? ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവും അള്ളാഹുവിൽ നിഷേധികൾ പങ്കു ചേർക്കുന്ന വസ്തുക്കളും ഒരിക്കലും സമമല്ല എന്ന കാര്യം അറിയിക്കുകയാണ്. മക്ക മുശ്രിക്കീങ്ങൾ, മറ്റ് നിഷേധികൾ, അവരുടെ പൊതുവായൊരു സ്വഭാവമായിരുന്നു അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് പല ഉപമകളും പറയും. നിഷേധികളായ ആളുകൾ പറയും, അള്ളാഹുവിന് പങ്കുകാർ ഉള്ളതിൽ എന്താണ് പ്രശ്നം? കാരണം ദുനിയാവിൽ രാജാക്കന്മാർക്ക് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറേ മന്ത്രിമാരുണ്ടാകും, കുറേ സേവകന്മാരുണ്ടാകും. രാജാക്കന്മാർ എത്ര വലുതാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പല രീതിയിലുള്ള ആളുകളും ഉണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ പല കാര്യങ്ങളും നടത്താനായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതായ ആളുകളാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെന്നുള്ളത്. ഇങ്ങനെ പല ഉപമകളും പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളെ അള്ളാഹുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ പല ഉപമകളും പറയുമായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സർവ്വലോക രക്ഷിതാവായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് നിങ്ങൾ മനുഷ്യരുടെ കാര്യങ്ങളാണ് ഉപമയാക്കി വെക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സർവശക്തനാണ്. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, ബാക്കി എല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല. അള്ളാഹുവിൻ്റെ കേൾവി, അള്ളാഹുവിൻ്റെ കാഴ്ച, ഇന്നൊന്നും തുല്യമായി മറ്റൊന്നുമില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു കണ്ണില്ലാതെ കാണുന്നവനാണ്, ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായി അറിവുള്ളവനാണ്. ഇങ്ങനെയുള്ള സർവശക്തനായ, എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹുവിനെ ഭൗതികമായ കാര്യങ്ങളും ഭൗതികമായ നേതാക്കന്മാരെയും രാജാക്കന്മാരെയും വെച്ചുകൊണ്ട് നിങ്ങൾ ഉപമിക്കുകയാണോ? അതെത്ര മോശമായ കാര്യമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരിക്കലും അള്ളാഹുവിനെ ദുന്യാവിലുള്ള വസ്തുക്കളെ വെച്ചുകൊണ്ട് ഉപമിക്കാൻ യോജിച്ചതല്ല.
അള്ളാഹുവിൻ്റെ വലുപ്പം, അള്ളാഹുവിൻ്റെ മഹത്വം അതൊരിക്കലും ദുന്യാവിൻ്റെ വസ്തുക്കളെ വെച്ച് ഉപമിക്കാൻ യോജിച്ചതല്ല. അള്ളാഹു അതിൽ നിന്നും എല്ലാം പരിശുദ്ധനാണ്. നമ്മളെല്ലാവരും ദുന്യാവിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. എന്നിട്ട് ആ കാര്യം അറിയിച്ചു തരാനായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന 2 ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നു. ആദ്യം അള്ളാഹു ഉപമിച്ച ഉപമയിൽ പറയുകയാണ്, ഒരു അധികാരി, ഒരു ഉടമസ്ഥൻ. ആ ഉടമസ്ഥൻ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച ഉടമസ്ഥനാണ്. അള്ളാഹു ധാരാളം വിഭവങ്ങൾ, ദുന്യാവിൻ്റെ അനുഗ്രഹങ്ങൾ അയാൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ചിലവഴിക്കുന്നു, രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നു, ആസ്വദിക്കുന്നു. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു ഉടമസ്ഥൻ. രണ്ടാമതായി ഒരു അടിമ. അടിമ എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ലാത്തവനാണ്. ഒരു അടിമക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉടമസ്ഥനുള്ളതാണ്. അടിമ എന്തെങ്കിലും സമ്പാദിച്ചാൽ അതും ഉടമസ്ഥനുള്ളതാണ്. അതാണ് അടിമ സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നുമില്ലാത്തൊരു അടിമ. ഈ അടിമയും ഈ ഉടമസ്ഥനും സമമാണോ? മനുഷ്യർ അവരുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും, ഈ അനുഗ്രഹങ്ങളെല്ലാമുള്ള ഉടമ എന്നുള്ളത് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളൊന്നുമില്ലാത്ത അടിമ എന്നുള്ളത് അവൻ ആ ഉടമയുടെ സ്ഥാനത്തല്ല നിൽക്കുന്നത്. ഇതെല്ലാം മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ അടിമയും ഉടമയും സമമല്ല എന്ന് മനുഷ്യർ പോലും അംഗീകരിക്കുന്നു. അടിമയുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉടമസ്ഥന്മാരെ ഉപമിക്കുന്നത് ഒരിക്കലും ഉടമസ്ഥന്മാർ ഇഷ്ടപ്പെടുന്നതല്ല. നേരെ മറിച്ച് ഉടമസ്ഥന്മാർ, നേതാക്കന്മാർ അതിനെ നിന്ദ്യതയായാണ് കാണാറുള്ളത്. ഇതേപോലെയാണ് അള്ളാഹുവിൻ്റെ അവസ്ഥ. അള്ളാഹു ഏറ്റവും ഉന്നതനാണ്. ഒരു ഉടമസ്ഥന് തൻ്റെ അടിമയുടെ ഉപമ കൊണ്ട് ഉപമിക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ, അള്ളാഹുവിൻ്റെ അടിമകളായ മറ്റു വസ്തുക്കളുടെ വിഷയത്തിൽ ഉപമിക്കുന്നത് പോലെ അള്ളാഹുവിനെ ഉപമിക്കുന്നത് ഇഷ്ടപ്പെടുക എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹു മറ്റൊരു ഉപമ പറയുകയാണ്. ഒരു കഴിവുള്ള വ്യക്തി, സ്വന്തമായി നീതി നടപ്പിലാക്കാനും സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനും സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി, എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾ. വേറൊരാൾ, ഒന്നിനും കഴിയാത്ത ഒരാൾ, അംഗവൈകല്യമുള്ള ആൾ, സംസാരിക്കാൻ പറ്റാത്ത ആൾ, എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിനെ മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത ആൾ, ഇങ്ങനെ ഒന്നിനും പറ്റാത്ത ഒരാൾ. ഈ 2 ആളുകളും സമമാകുമോ? സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ ഒരിക്കലും ഇവർ സമമല്ല എന്ന് നമ്മൾ പറയും. നമ്മുടെ കീഴിൽ ഇങ്ങനെ 2 ആളുകൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവരൊരിക്കലും തുല്യമായി നമ്മൾ കാണൂല. കഴിവുള്ള ആൾ കഴിവില്ലാത്ത ആളേക്കാൾ സ്ഥാനം കൂടിയവനാണ്. ഇതെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരിക്കലും കഴിവുള്ള ആൾ കഴിവില്ലാത്ത ആളെ വെച്ചുകൊണ്ട് അവനെ ഉപമിക്കുന്നത് ഇഷ്ടപ്പെടുകയുമില്ല. കാരണം അവൻ അവനേക്കാൾ കഴിവുള്ള ആളാണ്. ഇതേപോലെയാണ് അള്ളാഹുവിൻ്റെ അവസ്ഥ. അള്ളാഹു ഏറെ കഴിവുള്ളവനാണ്, സകലതിനെയും നിയന്ത്രിക്കുന്നവനാണ്. നിങ്ങൾ ദൈവമായി കാണുന്ന വസ്തുക്കളെ പോലും നിയന്ത്രിക്കുന്നത്, അതിനുപോലും കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ പോലെ മറ്റൊരു വസ്തുവുമില്ല. സർവ്വ ലോകത്തെയും സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ, ഇത്രയും കഴിവുള്ള അള്ളാഹുവിനെ ഒരു കഴിവുമില്ലാത്ത മനുഷ്യരോടും മറ്റു വസ്തുക്കളോടും സാദൃശ്യമാക്കുക, ഒരു കഴിവുമില്ലാത്ത മനുഷ്യരോടും മറ്റു വസ്തുക്കളോടും അള്ളാഹുവിനോട് ആശ്രയിച്ച് കഴിയുന്ന വസ്തുക്കളോട് ആ വസ്തുക്കളെ വെച്ച് ഉപമിക്കുക, ഇത് എങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുമെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പോലും നിങ്ങളെക്കാൾ താഴ്ന്നവരെ കൊണ്ട് നിങ്ങളെ ഉപമിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിനേക്കാൾ താഴ്ന്നവരെ കൊണ്ട് അള്ളാഹുവിനെ ഉപമിക്കുന്നത് ഇഷ്ടപ്പെടുക എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഒരിക്കലും മറ്റ് വസ്തുക്കളോട് പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹു ഏകനാണ്, തുല്യനില്ല അള്ളാഹുവിന്. അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനുമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെയും അള്ളാഹു തആല അള്ളാഹു ഏകനാണെന്ന കാര്യം അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.